ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മാൽഡീവ്സ് ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്തത്. ഇതാണ് അദറാൻ ഹുദറാൻ ഫുഷി റിസോർട്ട്. ഇതാണ് നമ്മുടെ റൂമിന്റെ മുൻവശം തന്നെ ബീച്ച് സൈഡിലാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നേരെ കടൽ കാഴ്ച. അതൊരു മനോഹരമായ സീനാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നമ്മുടെ റെസ്റ്റോറന്റിൽ ബുഫറ്റ് ആയിരുന്നു. സൗത്ത് ഇന്ത്യൻ കോണ്ടിനെന്റൽ എല്ലാ ഭാഗത്തുള്ള ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ട്രൈ ചെയ്തു, എല്ലാം അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് ഇപ്പൊ നമ്മൾ സ്നോർക്കലിങ്ങിന് പോയി. അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ എക്സ്പീരിയൻസ് ടോപ്പ് ക്ലാസ് ആയിരുന്നു. ക്ലിയർ വാട്ടറിൽ ഒരുപാട് കളർഫുൾ ഫിഷ്, ഒരുപാട് വെറൈറ്റികൾ കാണാൻ പറ്റി. അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെ ആയിരുന്നു. സ്നോർക്കലിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു റൂമിലേക്ക് തന്നെ പോയി. അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് ഇറങ്ങി. അവയിലെ തീരത്ത് തീരെയും വെള്ളം ഉണ്ടാവില്ല, പക്ഷെ ഈവനിങ് ആയാൽ വെള്ളം കൂടി വരും. അപ്പോൾ നമ്മൾ ബീച്ചിന്റെ ലുക്കിന് വേറെ ലെവലാണ്. നല്ല വെയിലാണെങ്കിൽ പോലും നമ്മൾ ബീച്ചിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാലിന്റെ അടിയിൽ കൂടെ ഒരുപാട് കളർ ഫിഷുകളും കോറൽസും, ഒരുപാട് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു അത്. അപ്പോഴാണ് അവിടെ സ്നോർക്കലിംഗ് ചെയ്യാൻ വന്ന ഗസ്റ്റ് നമുക്ക് കാണിച്ചു തന്നത് ഒരു തെരണ്ടി മീനിനെ. അതുമാത്രമല്ല, ഞാൻ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് വെറൈറ്റി മീനിനെ കണ്ടെത്തി. അതുമാത്രമല്ല, ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു. സ്നേക്ക് ഫിഷ് പോലത്തെ ഒരുപാട് വെറൈറ്റി മീനുകളെ നമ്മൾ കണ്ടെന്ന് അവിടെ. അധികമൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല, കുറച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഷൂട്ട് ചെയ്തതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. തെരണ്ടിനെ കണ്ട എക്സൈറ്റ്മെന്റിലാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും. അവിടെ എല്ലാ ഗസ്റ്റുകളും വന്നിട്ട് ഇപ്പൊ അതിനെ വട്ടിട്ട് നിൽക്കണം. പക്ഷെ ഒന്നൊന്നല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഒന്നിനെ കണ്ടപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ അടുത്തതിനും കണ്ടു. ചെറുതും വലുതുമായ ഒരുപാട് തെരണ്ടിനെ ഞങ്ങൾ അന്ന് ആ സമയം കൊണ്ട് കണ്ടു തീർത്തിട്ടുണ്ട്. നമ്മളെ റൂമിന്റെ തൊട്ട് മുന്നിലുള്ള സൈഡിലുള്ള ഭാഗത്താണ് നമ്മൾ ഈ ഫിഷിനൊക്കെ കണ്ടത്. കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ചിന് ബുഫേ സെറ്റപ്പിനായിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു, എല്ലാ രാജ്യത്തെയും ഡിഷ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു സ്പാ സെഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു. ഒരു പീസ്ഫുൾ ആയ റിലാക്സിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. സ്പാ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ റൂമിലേക്ക് തന്നെ പോവാണ്. എല്ലാ റൂമിലും മുൻവശത്ത് ചെറിയൊരു പാത്രം ഉണ്ടാവും. അതിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടാവും. അതിൽ കാല് കഴുകിയിട്ട് വേണം നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് കയറാം. ഇന്ന് ഈവനിങ് സൺസെറ്റ് ക്രൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവനിങ്ങിലെ ബീച്ച് സൈഡ് വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര മനോഹരമായിരുന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്ത് ഇപ്പൊ നമ്മള് സൺസെറ്റ് ക്രൂസിനുള്ള ടൈമായി. അപ്പൊ നമ്മൾ സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ ബോട്ടാണ് അങ്ങ് ദൂരത്ത് നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് അവിടെ വരെ കുറച്ച് നടക്കാനുണ്ട്. ഒരുപാട് രാജ്യത്തെ ആൾക്കാരുണ്ടായിരുന്നു, കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ബോട്ട് നിറയെ ഗസ്റ്റ് ആയിരുന്നു. മലയാളികൾ വളരെ കുറവായിരുന്നു. നമ്മളുടെ ബോട്ട് പോവാൻ തുടങ്ങി. അടിപൊളിയായിരുന്നു സൺസെറ്റ് ക്രൂസ്. ഒരുപാട് നാളത്തെ ആഗ്രഹം എന്ന് പറഞ്ഞ പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. സീരിയസ്ലി ഈ ഡേയിലെ ഒരു ഹൈലൈറ്റ് ആണിത്. നല്ല രീതിയിൽ കടൽക്കാറ്റ് വീശിയിരുന്നു. അതുപോലെ ഗോൾഡൻ സ്കൈ, സ്ലോ റൈഡ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. സൺസെറ്റ് ക്രൂസ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് തന്നെ പോവാണ്. റിസോർട്ടിൽ എത്തിയിട്ട് നമ്മൾ ബീച്ച് സൈഡിലുള്ള കഫേയിലേക്ക് പോയി. അവിടുത്തെ വൈബ് കിടില് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു.
കടലിനോട് ചേർന്നാണ് ഈ കഫേ വരുന്നത്. അതുകൊണ്ട് തന്നെ കടൽക്കാറ്റ് അടിപൊളിയായിരുന്നു. കടൽ കാറ്റും നല്ല അടിപൊളി മ്യൂസിക്കും ടേസ്റ്റി ഫുഡും കൂടെ ആയപ്പോൾ പറയാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ലാക്കാർട്ടെ കഫേ എന്നാണ് ഈ കഫേന്റെ പേര്. നമ്മൾ ഇവിടുന്ന് കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സും പിന്നെ കുറെ വെറൈറ്റി പിസ്സാസും ഓർഡർ ചെയ്തു. എല്ലാം അടിപൊളിയായിരുന്നു. ഒന്നിനും മെച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുറേ നേരം നമ്മൾ ഈ ആംബിയൻസ് ആസ്വദിച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നറും കഴിച്ചിട്ടാണ് പിന്നെ റൂമിലോട്ട് പോയത്. ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ട് അപ്പൊ നമുക്ക് സെക്കൻഡ് ഡേ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.